സ്പെറിക്കൽ ഷെല്ലിൻ്റെ കേസിലുണ്ടാകുന്ന 3 കണ്ടീഷൻസ് നമ്മൾ കൺസിഡർ ചെയ്തു. പോയിന്റ് പി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഔട്ട്സൈഡ് ദ ഷെൽ ആവുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ കിട്ടി ഈസ് ഈക്വൽ ടു സിഗ്മ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് കിട്ടി. അതുപോലെ തന്നെ ആ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ, ആ ഷെല്ലിൻ്റെ സർഫസിലാവുകയാണെന്നുണ്ടെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടി. ഇനി അടുത്തത് ഒരു ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ, യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിലാണ് ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ഇറ്റ്സ് ഓൾവേസ് 0 ആയിരിക്കും. മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഏതൊരു ഷേപ്പിലുള്ള സ്പെറിക്കൽ ഷെല്ലാവണം നിർബന്ധമൊന്നുമില്ല. ഏതൊരു ഷേപ്പിലുള്ള ഏതൊരു സൈസിലുള്ള ഒരു സ്പെറിക്കൽ ഷെല്ലിൻ്റെ കേസിൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. മനസ്സിലാവുന്നുള്ളൂ. അപ്പം ആ ഒരു പ്രോപ്പർട്ടി, അതായത് ഏതൊരു ഷേപ്പിലുള്ള ഒരു ഷെല്ല് എടുത്താലും സൈസിലോ ഷേപ്പിലുള്ള ഏതൊരു ഷെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഷെല്ലെന്ന് പറയുമ്പോൾ ഓർത്തണം ഉള്ളിലൊന്നുമില്ല കേട്ടോ. ഷെല്ലെന്ന് പറയുമ്പോൾ ഉള്ളിലൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഏതൊരു സൈസിലോ ഷേപ്പിലുള്ള ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാലും